everyone, it's me Nihal Jebin. Welcome to Side Alliance. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ UGC നെറ്റ് സിലബസിൽ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ആൻഡ് ഗ്രൂപ്പ്സുകളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ജസ്റ്റ് ലൈക്ക് കിറ്റ് കാറ്റ് ക്ലബ്, ഇങ്ങനെ ഡോക്ടർ ജോൺസൺസ് ക്ലബ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്ലബ്ബുകളുണ്ട്. പിന്നെ ഒരുപാട് മൂവ്മെന്റുകളുണ്ട്, ഫിലോസഫിക്കൽ ആൻഡ് ലിറ്റററി മൂവ്മെന്റുകളുണ്ട്. പിന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, സൺസ് ഓഫ് ബെൻ, ഇങ്ങനെയുള്ള കുറേ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഉദാഹരണങ്ങളൊന്നും അധികമായിട്ട് പറയുന്നില്ല. ഈ ഒരു കാറ്റഗറിയിൽ ഒട്ടനവധി ക്ലബ്ബുകളും ഗ്രൂപ്പ്സുകളും അതുപോലെ തന്നെ മൂവ്മെന്റുകളും പഠിക്കാനിരിക്കെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മൂന്നോളം വരുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. ട്രാൻസെൻഡന്റലിസം. നിങ്ങൾക്കറിയാം, അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ലിറ്റററി മൂവ്മെന്റ് വളരെയധികം നമ്മുടെ ഫോക്കസിൽ വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 1820 to 30 കാലഘട്ടത്തിലും കൂടാണ്ട് പിന്നീട് ഈ സെയിം മൂവ്മെന്റ് തന്നെ 1861 to 65 കാലഘട്ടത്തിലും തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസെൻഡന്റലിസം എന്ന് പറയുമ്പോൾ ട്രാൻസെൻഡ് ചെയ്യുന്ന, ഒന്നിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന എന്നുള്ളൊരു അർത്ഥം ബേസിക്കലി നമുക്ക് ഒരുപക്ഷെ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. ട്രാൻസെൻഡന്റലിസം എന്നുള്ളതുകൊണ്ട് ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കൂടാണ്ട് എംപിരിക്കൽ ആയിട്ടുള്ള, എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെ എന്ത് ചെയ്യാണ്, ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് അതിനതീതമായിട്ട് കടന്നുകൊണ്ട് വരുന്ന ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്റ്റേറ്റ് ആണ്. അത്തരത്തിലൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മൂവ്മെന്റ് ആണ് ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉടലെടുത്ത സമയത്ത് തന്നെ ഒരുപാട് എക്ലക്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ഇൻസ്ട്രക്ഷണൽ ആയിട്ടുള്ള ഒരു ഐഡിയാസ് ഈ സമയത്ത് ലിറ്ററേച്ചറിലാണെങ്കിലും ഫിലോസഫിയിലാണെങ്കിലും റിലീജിയനിലാണെങ്കിലും സോഷ്യൽ റിഫോം പരമായിട്ട് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അമേരിക്കൻ കൾച്ചറിന്റെ ജനറൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു അവസ്ഥ വെച്ചുവാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ഒരു കാര്യത്തിലൂടെ മാറ്റം വന്നിട്ടുണ്ട്. ആൻഡ് ആ ഒരു മൂവ്മെന്റുമായിട്ട് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഓരോ ആളുകൾക്കും ചെറിയ രൂപത്തിൽ ഇത് വ്യത്യാസപ്പെട്ടു ഇരിക്കുന്നുണ്ടായിരുന്നു. അത് പേഴ്സണലി അവരെ സംബന്ധിച്ചിടത്തോളം ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചും കൂടി പേഴ്സണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ഫിയറിൽ വരുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ആക്ച്വലി എൻഹാൻസസ് ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷനെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മൂവ്മെന്റ് കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ സൊസൈറ്റിയിൽ മെറ്റീരിയലിസവും അതുപോലെ തന്നെ കറപ്ഷനും അഴിമതിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള ഈ ഒരു അമിതമായിട്ടുള്ള ഇച്ഛയും താല്പര്യമൊക്കെ അതിന് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഈ ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെ സൊസൈറ്റിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ട്രാൻസെൻഡന്റലിസം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആസ് യു ക്യാൻ ഓൾറെഡി സീ റൈറ്റ് ഹിയർ, it was actually an American literary, political and philosophical movement of early 19th century. ഏതാണ്ട് early 19th century ആണ്, സമയം ഞാൻ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു റോൾഫ് വാൾഡോ എമേഴ്സൺ. റോൾഫ് വാൾഡോ എമേഴ്സൺ, അദ്ദേഹത്തെ നിങ്ങൾ ഒരുപാട് കേട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള ഇമ്മാനുവൽ കാന്റിന്റെ ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്ന ആ ഒരു ടേം അദ്ദേഹം എടുത്തുകൊണ്ട് അദ്ദേഹം ഈ ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമാവുന്ന തരത്തിലുള്ള ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നിങ്ങൾക്ക് മനസ്സിലായി, ഇതോടുകൂടി ഒരുപാട് സ്ഫിയറിൽ മാറ്റം വന്നതുകൊണ്ട് ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു അമേരിക്കൻ വോയിസ് അതിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഒരു ലിറ്റററി മൂവ്മെന്റിലൂടെ. ആൻഡ് റാൽഫ് വാൾഡോ എമേഴ്സൺ അദ്ദേഹത്തിന്റെ ഈ ഒരു ഫിലോസഫിയുടെ ഒരു ആദ്യ പടി അദ്ദേഹം ആദ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് വർക്കിലാണ്? അദ്ദേഹത്തിന്റെ എസ്സേ ആയിട്ടുള്ള നേച്ചർ എന്ന് പറയുന്ന ഒരു വർക്കിലാണ്. ആൻഡ് ഇവിടെ ഇദ്ദേഹം വളരെ കുറച്ചും കൂടി ഒരു ഹയർ റിയാലിറ്റിയിൽ വിശ്വസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് സിമ്പിൾ ഹ്യൂമൻ റീസണിങ് മാത്രമല്ല, അതിനതീതമായിട്ടൊരു ഹയർ റിയാലിറ്റി ഉണ്ട്, ഒരു ഹയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതിലായിരുന്നു ഇദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബേസിക്കലി എസെൻസ് ആയിട്ട് വരുന്ന ഒരു വിശ്വാസം എന്തായിരുന്നു? എവറി ഇൻഡിവിജ്വൽ ഈസ് കേപ്പബിൾ ഓഫ് ഡിസ്കവറിങ് അവർ ഓൺ ഹയർ ട്രൂത്ത് ത്രൂ ഇൻറ്റ്യൂഷൻ. നമ്മുടെ ഇൻറ്റ്യൂഷൻസിലൂടെ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഹയർ ട്രൂത്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റോൾഫ് വാൾഡോ എമേഴ്സന് പുറമെയായിട്ട് ഹെൻറി ഡേവിഡ് തോറോ, മാർഗരറ്റ് ഫുള്ളർ, ആമോസ് ബ്രോൺസൺ, ആൽകോട്ട്, ഫ്രെഡറിക് ഹെൻറി ഗെഡ്ജ്, തിയോഡോർ പാർക്കർ, വോൾട്ട് വിറ്റ്മൻ, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം ഈ ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്ന മൂവ്മെന്റിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നു.
ഞാൻ നിങ്ങളോട് പറഞ്ഞു 1836 മുതൽ ഏതാണ്ട് സിവിൽ വാറിന് തൊട്ട് മുന്നേക്ക് ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ആ ഒരു സിവിൽ വാറിന്റെ ആ ഒരു ടൈമിൽ 1861 to 65 കാലഘട്ടത്തിലും അത് വരികയുണ്ടായി. അത് ആക്ച്വലി ഇനോഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, അത് ആക്ച്വലി തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്, ബൈ എ യൂണിറ്റേറിയൻ ഡിസ്കഷൻ ഗ്രൂപ്പ് ദാറ്റ് came to be called the Transcendental Club. ഒരു ട്രാൻസെൻഡന്റൽ ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബിന്റെ ഒരു വരവോട് കൂടിയാണ് ഇതിനൊരു ബിഗിനിങ് വരുന്നത്. അത് അവിടുത്തെ ഒരു യൂണിറ്റേറിയൻ ചർച്ചിലെ ഒരു റിഫോം മൂവ്മെന്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ അതൊരു റിലീജിയൻ ആയിട്ടല്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് എൻറ്റിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഫിലോസഫി ആയിട്ടല്ല വരുന്നത്. ഇത് ആക്ച്വലി കുറച്ചും കൂടി ഒരു സ്പിരിച്വാലിറ്റിയെ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 1800s കോൺകോർഡിലെയും ബോസ്റ്റണിലെയും ആ ഒരു സ്ഥലത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഒരു തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ഉടലെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് പ്രകാരം ഞങ്ങൾക്കറിയാം ഇൻഡ്യൂഷനാണ്, ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. സോ നമ്മുടെ ആ ഒരു റാഡിക്കൽ ആയിട്ടുള്ള, റീസണബിൾ ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള, വളരെ സെൻസിബിൾ ആയിട്ടുള്ള ആ ഒരു സെൻസ് വരുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നമ്മൾ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മുടെ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫാക്കൽറ്റി, നമ്മുടെ ഇൻഡ്യൂഷന് അല്ലെ, നമ്മുടേതായിട്ടുള്ള തനത് തോന്നലുകൾക്കാണ് നമ്മളിവിടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ആ ഒരു ഇൻഡിവിജ്വൽ സൈക്കെ, നമ്മുടെ സംസ്കൃതത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഇതിന്റെ ആത്മാവ് എന്നൊക്കെ പറയും അല്ലെ, അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഡിവിജ്വൽ സൈക്കയുടെ, നമ്മുടെ ആത്മാവിന്റെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു യൂണിയൻ ആയിട്ട് അവർ കാണുകയും, എന്തുമായിട്ടുള്ള യൂണിയൻ ആണ്, പ്രകൃതിയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ സൈക്കിയുമായിട്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ സൈക്കിയും ലോകത്തിന്റെ വേൾഡിന്റെ സൈക്കിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു കോൺഷ്യസ് ആയിട്ടുള്ള, ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു യൂണിയൻ ആയിട്ട് അവരിതിനെ കാണുകയുണ്ടായി. അങ്ങനെ അത് തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് എൻഹാൻസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തികളാവണം നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത് എന്നുള്ളൊരു തരത്തിലും അവർ ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കണക്ഷനെ, ഈ ഒരു യൂണിയനെ അവര് ഓവർ സോൾ അഥവാ ലൈഫ് ഫോഴ്സ്, അല്ലെങ്കിൽ പ്രൈം മൂവർ, അല്ലെങ്കിൽ ഈവൻ ഗോഡ്, നമ്മുടെ സംസ്കൃതത്തിൽ അതിന് ബ്രഹ്മ എന്നൊക്കെ പറയും അല്ലെ, ഇത്തരത്തിലൊക്കെ അവർ വിശേഷിപ്പിക്കുകയുണ്ടായി. ആൻഡ് അവരുടേതായിട്ട് ഈ ട്രാൻസെൻഡന്റൽ ക്ലബിൻ്റെതായിട്ട് ഒരു ക്വാർട്ടർലി പീരിയോഡിക്കലും, ദ ഡയൽ എന്ന് പറയുന്ന ഒരു പീരിയോഡിക്കൽ വരികയുണ്ടായി. അത് ഏതാണ്ട് 1840 to 44 സമയത്ത് വരികയുണ്ടായി. കൂടാണ്ട് ഒരുപാട് എസ്സേസും പോംസും റിവ്യൂസും ഒക്കെ ട്രാൻസെൻഡന്റലിസ്റ്റുകളായിട്ടുള്ള റൈറ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് എമേഴ്സൺ പോയിന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ട്രാൻസെൻഡന്റലിസ്റ്റ് എന്ന് പറയുന്ന ഇത്, ഈ ഒരു ടേം ആക്ച്വലി ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ജർമ്മൻ ഫിലോസഫറിന്റെ റൈറ്റിംഗ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇത് പ്രകാരമായിട്ട് അവർ ആ ഒരു കംപ്ലീറ്റ് ബ്ലൈൻഡ് ഇന്റലക്ച്വലിസം അഥവാ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഫാക്ച്വാലിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു തോട്ടിനെ അവരെന്ത് ചെയ്തു, അതിനെതിരെ അവർ ശക്തമായിട്ട് പ്രതികരിച്ചു. കൂടാണ്ട് സ്പിരിച്വാലിറ്റി, അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും മുകളിലായിട്ട് വരുന്ന വേൾഡും വേൾഡിന്റെ സൈക്കിയും അതുപോലെ തന്നെ നമ്മുടെ ബോധമനസ്സും വരുന്ന ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധത്തെയാണ് ഇത് പറയുന്നത്. രണ്ട് വെറും സ്പിരിച്വാലിറ്റിയോ വെറും റിലീജിയൻ അല്ല ഇവർ ഉദ്ഘോഷിക്കുന്നത്. ആൻഡ് ഡ്യൂ ടു ദിസ് ദേ ആക്ച്വലി ബിലീവ്ഡ് ഇൻ ഇൻഹറന്റ് ഗുഡ്നെസ് ഓഫ് ബോത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ. ഇത് കാരണമായിട്ട് അവർ ആളുകൾക്കുള്ളിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഗുഡ്നെസ് ഉണ്ട് അല്ലെ, ആളുകൾക്കുള്ളിലും പ്രകൃതിയിലും ഇൻഹറന്റ് ആയിട്ടുള്ള ഗുഡ്നെസ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ അവർ അതിയായിട്ട് വിശ്വസിച്ചു. ആൻഡ് ഹാവ് ഫെയ്ത്ത് ദാറ്റ് പീപ്പിൾ ആർ ദെയർ ബെസ്റ്റ് വെൻ ട്രൂലി സെൽഫ് റിലയന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ്. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഏതവസ്ഥയിലായിരിക്കും, അവർ ട്രൂലി സെൽഫ് റിലയന്റ് ആയിട്ടിരിക്കുന്ന എല്ലാ ഒരു സൊസൈറ്റൽ ആയിട്ടുള്ള, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എല്ലാ തരത്തിലൊരു ഒബ്ലിഗേഷൻസിൽ നിന്നും, എല്ലാ തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും വിട്ടുകൊണ്ട് സെൽഫ് റിലയന്റ് ആയിട്ട്, നമ്മളെ മാത്രം സ്വയം റിലൈ ചെയ്തുകൊണ്ട്, നമ്മളെ മാത്രം സ്വയം ട്രസ്റ്റ് ചെയ്തുകൊണ്ടും, നമുക്ക് മാത്രം സ്വയം കമ്മിറ്റഡ് ആയിക്കൊണ്ടും, നമ്മളെ മാത്രം ആശ്രയിച്ചും ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിലും കൂടാണ്ട് ഇൻഡിപെൻഡന്റ്, പരാശ്രയമില്ലാണ്ട്, പരസഹായമില്ലാണ്ട് സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ഫെയ്ത്ത് കൃത്യമായിട്ട് പ്രകടമാവുന്നതെന്ന് അവർ വാദിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന, എമേഴ്സന്റെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ആ ഒരു എസ്സേക്ക് ഇതിന് വളരെ മികച്ചൊരു ഉദാഹരണമാണ്. ആൻഡ് അത് പ്രകാരമായിട്ട് അവർ മനസ്സിലാക്കുന്നത് എന്താണ്, എവറി ഇൻഡിവിജ്വൽ ഹാസ് എ യൂണിവേഴ്സൽ സോൾ. അതിനെന്താ പറയുന്നത്, ദ എറ്റേണൽ വൺ. എല്ലാവർക്കും ഇതുപോലെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സോൾ ഉണ്ട്, അതിനെ നമുക്ക് എറ്റേണൽ വൺ എന്ന് വിളിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചെങ്കിലും ഇതെന്തുകൊണ്ട്, നിങ്ങളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ മാത്രമേ ഇതങ്ങനെ നിന്നിട്ടുള്ളൂ. ഇതിലൂടെ അമേരിക്കക്ക് ശക്തമായിട്ടുള്ള ഒരു വോയിസ് ലഭിക്കുകയും ഇങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചസ് ഒക്കെ വരികയൊക്കെ ചെയ്തു അല്ലെ. പക്ഷേ എന്തുകൊണ്ട് ഇതങ്ങനെ സർവൈവ് ചെയ്തില്ല, എസ്പെഷ്യലി സിവിൽ വാറിന്റെ ആ ഒരു സമയത്ത്
ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള രക്തരൂഷിതമായിട്ടുള്ള ഒരുപാട് അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റിന് ഒരു പ്രാമുഖ്യം നേടാൻ ഉള്ള എല്ലാ ഒരു എൻവയോൺമെന്റും അവിടെ നഷ്ടമായി. കാരണം ആളുകൾ വളരെ ജീവിതത്തിന്റെ കുറച്ചും കൂടി സ്റ്റാർക്ക് ആയിട്ടുള്ള റിയാലിറ്റീസിനോട് അവർക്ക് പൊരുതേണ്ടി വന്നു. സോ ആ ഒരു സമയത്ത് സിവിൽ വാറിന്റെയും അതിന് ശേഷമായിട്ട് വന്ന ആഫ്റ്റർ മാത്ത്, അതിന് ശേഷമായിട്ട് വന്നിട്ടുള്ള കോൺസിക്വൻസിന്റെ ഒരു സമയത്ത് ഈ ഒരു മൂവ്മെന്റിന് അധികം അങ്ങനെ ജനശ്രദ്ധ നേടാൻ സാധിച്ചില്ല. സോ അങ്ങനെ ആ ഒരു സിവിൽ വാറിനോടനുബന്ധിച്ച് ഇതൊടുവിൽ അങ്ങനെ കൊഴിഞ്ഞു പോയെന്ന് നമുക്ക് പറയാം. സിവിൽ വാർ ഞങ്ങൾക്കറിയാം ഏകദേശം ഒരു 1861 to 65 കാലഘട്ടത്തിൽ അത് വരുന്നുണ്ട്. സോ ആ ഒരു സിവിൽ വാർ കഴിഞ്ഞതോടുകൂടി പിന്നെ അതിന്റെ ഒരു തുടച്ചു നീക്കപ്പെട്ട ഒരവസ്ഥയിലായി. ആൻഡ് ഇവരുടെ ഈ ഒരു പലപ്പോഴും ഉള്ള ഈ മീറ്റിംഗ്സുകളും അതുപോലെ തന്നെ അവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാം അന്നത്തെ ബോസ്റ്റൺ ന്യൂസ് പേപ്പർ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരാണ് ഈ ഒരു ഗ്രൂപ്പിനെ ട്രാൻസെൻഡന്റലിസ്റ്റുകൾ എന്നുള്ള ഒരു ലേബൽ കൂടെ നൽകുന്നത്. അപ്പൊ ഞാൻ റാൽഫ് വാൾഡേമേഴ്സിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കറിയാം അദ്ദേഹം ഒരു യൂണിറ്റേറിയൻ മിനിസ്റ്റർ ആണ്. അദ്ദേഹം ഒരു പോയറ്റ് ആയിരുന്നു, എസ്സേയിസ്റ്റ് ആയിരുന്നു. ട്രാൻസെൻഡന്റൽ ക്ലബ്ബ് അദ്ദേഹമാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈവൻ അബോളിഷനിസത്തിന്റെ ഒരു സപ്പോർട്ടറും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ലൈൻസുകൾ, തോട്ട്സുകൾ ഇദ്ദേഹം ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, വാട്ട് ഐ മസ്റ്റ് ഡു ഈസ് ഓൾ ദാറ്റ് കൺസേൺസ് മീ, നോട്ട് വാട്ട് പീപ്പിൾ തിങ്ക്. ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്നെ ബാധിക്കുന്ന കാര്യം, ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സെൽഫ് റിലയൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഹെൻറി ഡേവിഡ് തോറോ അല്ലെ, നിങ്ങൾക്കറിയാം ഹെൻറി ഡേവിഡ് തോറോ അദ്ദേഹം ഒരു എസ്സേയിസ്റ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് വാൾഡൻ അല്ലെ. കൂടാണ്ട് ഇദ്ദേഹം സിവിൽ ഡിസൊബീഡിയൻസ് പോലെയുള്ള വർക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. എൻവയോൺമെന്റൽ മൂവ്മെന്റിനെ ഇദ്ദേഹം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് അബോളിഷനിസത്തിന്റെ മറ്റൊരു സപ്പോർട്ടറും കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേച്ചർ എന്ന് പറയുന്ന തോറോയുടെ നേച്ചർ എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം എസെൻഷ്യൽ ലിവിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ആക്ച്വലി കോൺകോർഡിൽ ഉണ്ടായിരുന്ന ഒരു ക്യാബിൻ ഓൺ ചെയ്തുകൊണ്ട് അവിടെ കുറച്ചു കാലം ജീവിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം വാൾഡനിൽ എഴുതിയിട്ടുണ്ട്, ഐ വെന്റ് ഇൻ ടു ദ വുഡ്സ് ബിക്കോസ് ഐ വിഷ് ടു ലിവ് deliberately to front only the essential facts of life and see if I could not learn what it has to teach, and not when I came to die discover that I had not lived. വളരെയധികം അർത്ഥവത്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. അപ്പോൾ ഇവരുടെ ഓരോ വർക്കുകളും ഇതിന്റെ ഒരു വലിയ വലിയ ടെസ്റ്റിമോണിയൽസ് ആണ്, വലിയ പ്രകടന പത്രികകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ മാത്രമല്ല, ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന നെഥാനിയൽ ഹോത്ത്വാൺ, അദ്ദേഹം ഒരുപാട് ആളുകൾ ഇതിനോട് കുറച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബ്ലിഡ്ഡേൽ റൊമാൻസ് എന്ന് പറയുന്ന വർക്കിൽ ഹോത്തോൺ ആക്ച്വലി ഈ ഒരു മൂവ്മെന്റ്സിനെ സറ്റൈറൈസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ഈ ഒരു വർക്കും ട്രാൻസെൻഡന്റലിസ്റ്റ് മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡ്ഗർ അലൻ പോ, ഇദ്ദേഹം എന്ത് എഴുതുകയുണ്ടായി, ഇദ്ദേഹം ഒരു സ്റ്റോറി എഴുതുകയുണ്ടായി, നെവർ ബട്ട് ദ ഡെവിൾ യുവർ ഹെഡ്. അതിൽ അദ്ദേഹം എന്ത് പറയുകയുണ്ടായി, ഹി എംബഡഡ് എലമെന്റ്സ് ഓഫ് ഡീപ് ഡിസ്ലൈക്ക് ഫോർ എ ട്രാൻസെൻഡന്റലിസ്റ്റ് ആൻഡ് കോളിംഗ് ഇറ്റ്സ് ഫോളോവേഴ്സ് ഫ്രോഗ് പോണ്ടിയൻസ്. ഒരു UGC നെറ്റ് പോയിന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ ഓരോ മൂവ്മെന്റ് പഠിക്കുമ്പോഴും ആ മൂവ്മെന്റിന്റെ ഉദ്ഭവം, ആര് ഫൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ ആര് കാരണക്കാരായി, ആരൊക്കെയായിരുന്നു മേജർ ആയിട്ടുള്ള ആളുകൾ, പ്രൊപ്പണൻസ് ആരൊക്കെയായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, ആ സമയം കാലഘട്ടം ഏതൊക്കെയായിരുന്നു, അതിന്റെ കോൺസിക്വൻസസ്, അതിന്റെ ഇൻഫ്ലുവൻസുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനോടുണ്ടായിരുന്ന റിയാക്ഷൻസ് എന്തായിരുന്നെന്ന് അറിയിക്കണം. സോ ആ റിയാക്ഷൻസ് ആണ് നിങ്ങളിവിടെ നോട്ടീസ് ചെയ്തിരിക്കുന്നത്. നെഥാനിയൽ ഹോത്തോൺ അദ്ദേഹത്തിന്റെ ബ്ലിഡ്ഡേൽ റൊമാൻസിൽ അദ്ദേഹം ഒരു സറ്റൈറൈസ് ചെയ്യുകയുണ്ടായി. എഡ്ഗർ അലൻ പോ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റ്, അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി, നെവർ ബെറ്റ് ദ ഡെവിൾ യുവർ ഹെഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിലൂടെ ഈ ട്രാൻസെൻഡന്റലിസ്റ്റുകളോടുള്ള അമിതമായിട്ടുള്ള ഒരു അതിയായിട്ടുള്ള ഒരു അമർഷവും ഒരു ഇഷ്ടക്കേടും അദ്ദേഹം അതിൽ പ്രകടിപ്പിക്കുകയുണ്ടായി. കൂടാണ്ട് അതിന്റെ ഫോളോവേഴ്സിനൊക്കെ അദ്ദേഹം എന്ത് വിളിച്ചു, ഫ്രോഗ് പോണ്ടിയൻസ്. എന്താ വിളിച്ചത്, ഫ്രോഗ് പോണ്ടിയൻസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക, ട്രാൻസെൻഡന്റലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. ഓൾറൈറ്റ്, സോ ഇത് കൂടാണ്ട് നാഷണലിസവും റിയലിസവും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. Till then, please take care. Have a great day ahead, everyone. Thank you so much.